മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജന സർവീസ് ആയിട്ട് കിട്ടിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചു പോകുന്ന സമയത്ത് ബ്രേക്കൊക്കെ പിടിച്ചിട്ട് നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, ഒരു വലിച്ചിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന് ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതിനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ബാക്കിലേക്ക് തന്നെ ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞിരിക്കുക, ഈ ബ്രേക്ക് കേബിൾ. അപ്പോൾ ആ ബ്രേക്ക് കേബിളും ബ്രേക്ക് ലൈനറും മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ട. എയർ ഫിൽറ്റർ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ഗ്രീസിങ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസിങ് ചെയ്യണം. അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, വേരിയേറ്റർ ബോഡിയൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചത്. അപ്പോൾ നിലവിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. കൈയോടെ ആ ഓയിൽസിൽ മാറ്റിയിടാം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ, പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇറങ്ങുന്ന യൂണിറ്റാണത്. നിലവിൽ വേറെ നോർമൽ തേമാനമുണ്ട്, അത് അല്ലാണ്ട് കംപ്ലയിൻറ്റ് എന്ന് പറയാനോ മാറ്റേണ്ട സിറ്റുവേഷനൊന്നും ആയിട്ടില്ല. ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, വർക്കിംഗ് പെർഫെക്റ്റ് ആണ്. ഒന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല കേബിളാണ് കിടക്കുന്നത്. ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്, കേബിൾ നമുക്ക് മാറ്റിയിടാം, ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, സ്റ്റാർട്ടിങ്ങിലായാലും സ്ലോ സ്പീഡായാലും ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോവാം. പിന്നെ ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാർബേറ്ററിൻ്റെയാണ് കംപ്ലയിൻറ്റ്. കാർബേറ്റർ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ, കാർബേറ്ററിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ നമുക്ക് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, അതിന് ശേഷം സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. എന്നാലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്ത് പോകണം നല്ലതാണ്. കാരണം മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ചെളിയേക്കാണ്, ഇവിടെ ഒരു ഫ്ലാപ്പും പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അവസ്ഥ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ചെയ്സൊക്കെ തുരുമ്പിട്ട് പോയി നമ്മളറിയില്ല. അപ്പോൾ ഇടയ്ക്ക് തന്നെയും ഇടയ്ക്ക് എപ്പോഴെങ്കിലും തന്നെ നമുക്കതൊന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകേണ്ട അത്യാവശ്യം നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വാഷിങ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലാപ്പും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ തുരുമ്പിട്ടിരുന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇടയ്ക്കൊന്ന് വാട്ടർ സർവീസ് ഫുള്ളായിട്ട് ചെയ്യാം. അത് ആ ഫ്ലാപ്പ് പോയതുകൊണ്ടാണ് ചെളി അത്രയും ഉള്ളിലേക്ക് അടിച്ചു തരുന്നത്. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ കോളർ ബുഷ് മാത്രം ഒന്ന് മാറ്റിയിട്ട് നോക്കാം, ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ബ്രേക്ക് കേബിളിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിളും കംപ്ലൈൻ്റ് ഉണ്ട്, LH ബ്രേക്ക്. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, മീറ്റർ കേബിൾ ജാമായി പോയേക്കാണ്. അതേപോലെ തന്നെ ക്രൗണും പിന്നിൻ്റെ സെറ്റും കംപ്ലൈൻറ്റ് വന്നേക്കാം. അപ്പോൾ ആ കേബിൾ മാറ്റി ആ ക്രൗണും പിന്നിനും മാറ്റിയിട്ടാണെങ്കിൽ സ്പീഡോമീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ കിലോമീറ്ററിനെ അനുസരിച്ചിട്ടാണ് വരാം, കിലോമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മെയിൻ്റനൻസുകൾ വരാം. അപ്പോൾ അതൊന്ന് വർക്കിംഗ് ആക്കിയിടണം നല്ലതാണ്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്താം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. അതാണ് നമുക്ക് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.86 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്, വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും. പിന്നെ വാട്ടർ സർവീസിൻ്റെ കേസ് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെളി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെളി ഓപ്പണായിട്ടൊന്നും വാഷ് ചെയ്തിട്ടില്ല. ചെയ്യുന്നത് നല്ലതാണ്, അതിൻ്റെ അവസ്ഥ കണ്ടതെന്നു പറഞ്ഞാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ്, എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്ററാണത്. അത് അത്യാവശ്യം ഫോം ടൈപ്പാണ്, സ്പോഞ്ച് മോഡലാണ്. അത് ശരിക്കും പൊടിഞ്ഞു പോയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുള്ളൂ. അതിന് പുറമെ വന്ന വർക്ക് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ട്, ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റേണ്ടി വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ളത്. എൻജിൻ ഓയിൽ നമ്മൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓയിൽ നോക്കുമ്പോൾ നല്ല ഓയിലാണ്, നല്ല ഫ്രഷ് ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളും ഈ പാർട്സുകൾ ഡാമേജുള്ള പാർട്സുകളൊക്കെ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ അതൊന്ന് വീഡിയോ കാണാം, അതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.